ഹലോ, വെൽക്കം ടു ആർക്കി സ്റ്റോറീസ്. അപ്പോൾ നമ്മൾ കുറേ കാലമായി വീഡിയോയിൽ വന്നിട്ടില്ലേ. നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ യാത്രകളൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഒരു വ്ളോഗ് എടുക്കാനുള്ള ഒരു കണ്ടന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ. അപ്പോൾ നമുക്ക് ഇപ്പം ഏകദേശം ഒരു 2-3 മാസത്തോളമായി നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വള്ളിയൂർക്കാവ് ഉത്സവത്തിന് വന്നപ്പോഴാണ് എടുത്തത്. ഈ പാലത്തിന്റെ വീഡിയോസ് ഒന്നും എടുത്തത് ഓർമ്മയില്ല. എനിക്കൊന്ന് ഏപ്രിലാണെന്ന് ഉത്സവം നടന്നത്. വള്ളിയൂർക്കാവ് ഉത്സവത്തിന്റെ വീഡിയോ ആയിരിക്കും ഈ ചാനലിൽ നിങ്ങൾ ലാസ്റ്റ് ആയിട്ട് കണ്ടത്. അന്ന് ഈ പാലത്തിൽ കൂടെയാണ് നമ്മുടെ ലാസ്റ്റ് ആ ഒരു സീൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെ ആയിക്കോട്ടെ വെച്ചു. ഇന്ന് നമ്മൾ ഈ വീഡിയോ തുടങ്ങുന്നതും വള്ളിയൂർക്കാവ് പാലത്തിന്റെ മുകളിലാണ്. നമ്മുടെ വള്ളിയൂർക്കാവ് വയനാട് ജില്ലയിലെ ഏറ്റവും വലിയൊരു പാലം. ഈ അടുത്ത് ഉദ്ഘാടനം കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസങ്ങൾ മുന്നായിട്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ള വള്ളിയൂർക്കാവ് കമ്മന പാലമാണിത്. ഈ പാലത്തിന്റെ മുകളിൽ നിന്നാവട്ടെ നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മളെ വീഡിയോയിലേക്ക് പോകാം. പുറത്ത് വേറെ പല സ്ഥലങ്ങളിലും പോയി വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും വയനാട്ടിൽ നമ്മൾ അധികം സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പോൾ വയനാട്ടിലെ വാഗമൺ എന്നറിയപ്പെടുന്ന മുനീശ്വരൻ കുന്നിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഇത് നല്ല വെയിലുണ്ട്, മഴക്കാലമായതുകൊണ്ട് ചെറിയ മഴയും കോടയൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. ഇനിയിപ്പോൾ അവിടെ പോയാൽ അറിയാം എന്താ അവസ്ഥ. ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ട് കുറേ നോക്കിയ ശേഷം കുറേ കാലത്തിന് ശേഷമാണ് ഞങ്ങൾ മുനീശ്വരൻ കുന്നിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇന്ന് ഇറങ്ങിയിട്ടുള്ളത്. ആ വീഡിയോ പ്രിപ്പയർഡ് അല്ല എന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഈ വീഡിയോയുടെ ഇൻട്രോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങൾ കുറേ ആയി വീഡിയോ ഒന്നും എടുക്കാറില്ല എന്നുള്ളത്. ആ ഒരു ഫ്ലോ അങ്ങ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളത് ക്ഷമിക്കുന്നത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വീഡിയോയിൽ മുന്നോട്ട് പോകാം. നമ്മുടെ മുനീശ്വരൻ കുന്ന് സ്ഥിതി ചെയ്യുന്നത് വയനാട് തലപ്പുഴ എന്നുള്ള സ്ഥലത്താണ് കേട്ടോ. നമ്മൾ എഞ്ചിനീയറിംഗ് കോളേജൊക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്ന് തലപ്പുഴ ടൗൺ എത്തി കുറച്ച് ഉള്ളോട്ട് പോയിട്ടാണ് ഈ ഒരു പ്രദേശമുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ ഞങ്ങളവിടെ എത്തുമ്പോഴേക്ക് ആ ഒരു എക്കോ ടൂറിസം സെൻറ്റർ അടച്ചിട്ടായിരുന്നുണ്ടായിരുന്നത്. സോറി ഗൈസ്, ഞങ്ങൾ മുനീശ്വരൻ കുന്നെത്തിയപ്പോൾ മുനീശ്വരൻ കുന്ന് ക്ലോസ്ഡ് ആയിരുന്നു ഗൈസ്. ക്ലോസ്ഡ് ആയതുകൊണ്ട് മുകളിലേക്ക് കയറാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് സമയം ഞങ്ങൾ പുറത്ത് തന്നെ അവിടെ നിന്ന് എൻജോയ് ചെയ്തു. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ കുന്നിന്റെ മുകളിലേക്ക് നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ഇവിടെ ഈ കാറ്റ് കൊണ്ട് നിൽക്കുമ്പോൾ ഇവിടെ നിന്ന് തുറന്ന് കിട്ടിയിരുന്നെങ്കിൽ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ആ കാണുന്ന പീക്ക് വ്യൂ പോയിന്റ് ആണ് നമുക്കിവിടെ തുറന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുക കേട്ടോ. അങ്ങനെ മുനീശ്വരൻ കുന്ന് വരെ എത്തിയിട്ടും കാര്യമായിട്ടൊന്നും കാണാൻ പറ്റത്തുണ്ട്. ഞങ്ങൾ നേരെ പാൽച്ചുരം വഴി ഒന്ന് ഇറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ വണ്ടി ബോയ്സ് ടൗൺ വഴി പാൽച്ചുരത്തിലേക്ക് വെച്ച് പിടിച്ചു. പാൽച്ചുരത്തിലേക്ക് കൊണ്ടും കൊഴിയും ചാടിയതിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി ചുരത്തിന്റെ വളവിലുള്ള ഒരു ചായക്കടയിലും കയറി. ആ ചായക്കടയുടെ നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു റോഡ് കാണാം. ആ റോഡ് വഴി കയറി കഴിഞ്ഞാൽ ഒരു ഹിഡൻ വാട്ടർഫാൾ ഉണ്ടെന്ന് ആ ചായക്കടയിൽ ചേട്ടൻ പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ അത് കണ്ടിട്ട് തന്നെ കാര്യം എന്നുദ്ദേശിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടു. അങ്ങനെ കുണ്ടും കൊഴിയുള്ള റോഡിൽ കൂടെ വണ്ടി ഓടിച്ചും നടന്നിട്ടൊക്കെ ഞങ്ങൾ അവിടെ എത്തി. വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഒരു പാലത്തിനടുത്ത് ബൈക്ക് പാർക്ക് ചെയ്തിട്ട് മെല്ലെ മേലോട്ട് കയറി കഴിഞ്ഞാൽ 2-3 വ്യൂ പോയിന്റുകൾ മുകളിലുണ്ടെന്ന് അവിടുത്തെ ആൾക്കാർ പറയുന്നത് കേട്ടു. അങ്ങനെ ഞങ്ങളും അവിടേക്ക് കയറി ആ വ്യൂ പോയിന്റുകൾ കാണാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഏതാണ്ട് ഒരു 1.5 കിലോമീറ്റർ നടന്ന് കയറിയിട്ടുണ്ടാവും. സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്ന പോലെ കാട്, മല, അപ്പുറത്തുള്ള വെള്ളച്ചാട്ടം.
വാനോളം വളരെ. അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ഒരു ചെറിയൊരു ട്രക്കിങ് കഴിഞ്ഞിട്ട് ആ വാട്ടർഫാളിന്റെ ഒരു പകുതി വരെ നമ്മൾ കയറിയിട്ട് വന്നു. പിന്നെ മുകളിൽ കയറാനുള്ള ത്രാണി ഇല്ലാത്തതുകൊണ്ടും സമയമില്ലാത്തതുകൊണ്ടും നമ്മൾ തൽക്കാലം അങ്ങോട്ട് കയറിയില്ല. ഇന്ന് എന്തായാലും നമ്മുടെ മുനീശ്വരംകുന്ന് ഉള്ളോട്ട് കയറാൻ പറ്റാത്തതിന്റെ വിഷമം ഞങ്ങൾ നൈസായിട്ട് ഇവിടെ തീർത്തു പറയാം. നൈസ് വാട്ടർഫാളാണ്, ഹിഡൻ വാട്ടർഫാളാണ്. അങ്ങനെ ആരും പിന്നെ അറിഞ്ഞു വരാൻ സാധ്യതയില്ല, ബോർഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് ഇതേപോലെ വീഡിയോസ് കാര്യങ്ങളോ കണ്ടിട്ട് വന്നാൽ ഞങ്ങളൊരു വീഡിയോ കണ്ടിട്ട് വന്നതാണ്. നല്ല ആൾക്കാർ വരുന്നുണ്ട്, വന്ന് പോകുന്നുണ്ട്. ബുദ്ധിമുട്ടാണ്, ഒതുങ്ങി നിർത്തി നടന്നു വരണ്ടെങ്കിലും അല്ലെങ്കിൽ ബൈക്ക് സ്കൂട്ടി ഒക്കെ ആണെങ്കിൽ വരാൻ പറ്റും. കാർ വരുന്നത് കുറച്ച് റിസ്ക് ആണ്, ഫുൾ ചളിയാ റോഡിൽ, പ്രത്യേകിച്ച് മഴക്കാലത്തായിരിക്കും അല്ലേ അങ്ങനെ പ്രശ്നം ഉണ്ടാകാം. അട്ടേന്റെ പ്രശ്നങ്ങളൊന്നും വലിയ തോന്നിയിട്ടില്ല, ഉണ്ടോന്നുള്ളത് അറിയില്ല, പോയി നോക്കിയാൽ അറിയാം അപ്പോൾ അട്ട ഉണ്ടോന്നുള്ളത്. അപ്പോൾ ഇപ്പൊ നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല. തിരിച്ചു വരുന്ന വഴി ഈ ചുരത്തിൻ്റെ അടുത്ത് തന്നെയുള്ള ഫോട്ടോഗ്രാഫി പാർക്കായിട്ടുള്ള കോമാച്ചി പാർക്കിലും കൂടി ഞങ്ങൾ പോകേണ്ടത് കേട്ടോ. അവിടെ ആദ്യം കയറിയത് ഈ ബേർഡ് സാഞ്ചുറിയിലാണ്. ഏറ്റവും മികച്ച എക്സ്പീരിയൻസ് ഉണ്ടായത് ഇവിടെ തന്നെയായിരുന്നു. ആരും വന്നില്ല, ഫോട്ടോ എടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാർക്കാണ് കേട്ടോ ഈ കോമാച്ചി പാർക്ക് എന്ന് പറയുന്നത്. ഒരുപാട് സ്പോട്ടുകളും ഒരുപാട് ക്യാമറ പോയിന്റുകളും ഉള്ള ഒരു അടിപൊളി പാർക്കാണ്. ഇവിടെ തന്നെ ഫോട്ടോഗ്രാഫി മ്യൂസിയം എന്ന പേരിൽ പല കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന പല ക്യാമറകളുടെ ഒരു കളക്ഷൻ തന്നെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ചോദിച്ചാൽ പറയാൻ കഴിഞ്ഞത് ഒരു ഫോട്ടോഗ്രാഫർ തുടങ്ങിയിട്ടുള്ള ഒരു പാർക്കാണിത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കളക്ഷൻസൊക്കെയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു റീല് നമ്മൾ അടുത്ത് തന്നെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കോമാച്ചി പാർക്കിലെ കാഴ്ചകളും കണ്ടു കഴിഞ്ഞിട്ട് ഇന്നത്തെ ഈ ചെറിയൊരു യാത്ര, അത്ര പ്ലാനൊന്നും അല്ലാത്ത പെട്ടെന്ന് നമ്മൾ ഇറങ്ങിത്തരുന്ന ഒരു യാത്രയാണ്. ആ യാത്രയുടെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തുടർന്നും ഇത്തരത്തിലുള്ള നല്ല വീഡിയോസ് നമ്മുടെ ഭാഗത്ത് പ്രതീക്ഷിക്കാം, സമയം കിട്ടുന്ന പോലെ. ഓക്കെ, അപ്പോൾ ബൈ ഫ്രം ആരോഗ്യ സ്റ്റോറീസ്.